ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നന്നിക്കുട്ടി വന്നിരിക്കുന്നത് ക്ലേ മേക്കിംഗ് വീഡിയോസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ത്രിയ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ നന്നു. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ പൂച്ച ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ മിയാമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബെല്ല ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു ഗൈസ്. അതിന് ഞാൻ ആദ്യം തന്നെ ഓറഞ്ച് ക്ലേ ഉരുട്ടിയിട്ട് ഒന്ന് ബോളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ വെച്ച് നമുക്കിയാൽ മതി കേട്ടോ. കാരണം ഇങ്ങനെ നമുക്കുമ്പോഴേക്ക് ഒരു ഇച്ചിരി കട്ടി കുറഞ്ഞു വരും. ഒരു ബോളായിട്ടേക്കല്ലേ, ഇങ്ങനെ ഇച്ചിരി പരത്തിയിരിക്കാൻ ചപ്പാത്തി വരുത്തുന്ന പോലെ ഒന്ന് ഒന്ന് കൈ വെച്ചാക്കിയാൽ മതി. അത് കഴിഞ്ഞ് കഴിച്ചത് ഞാൻ ഇത് ബ്ലാക്ക് എടുത്തിട്ട് കണ്ണ് വെക്കാൻ തന്നെ കുഞ്ഞി ബോളായിട്ട് കണ്ണ് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത സൈഡിൽ വെക്കാൻ വേണ്ടി അടുത്തതും അതേ വലിപ്പത്തിൽ തന്നെ കുഞ്ഞിതായിട്ട് ഒരു ബോളും കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ണിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മൂക്ക് വെക്കാനും ഇച്ചിരിയും വലിയതാണ്. കണ്ണിൻ്റെ അത്ര കുഞ്ഞു ബോളായ പോലെ ഇച്ചിരിയും വലിയ ബോളാവണം മൂക്ക്. അപ്പോൾ ഗൈസ് പിന്നെ ഞാൻ തന്നെ മൂക്കിന് ഇച്ചിരി എടുത്തിട്ടുണ്ട്. ബ്ലാക്കിന് എടുത്ത് ഗൈസ് ഇത് നല്ലപോലെ ഉരുട്ടുന്നുണ്ട്. ഞാൻ നല്ലപോലെ ഉരുട്ടിയത് ഞാൻ അങ്ങോട്ട് വയ്ക്കുവാണ് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ മൂക്കും വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ മൂക്കും വെച്ച് കഴിഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഗൈസ് ഞാൻ ബ്ലാക്ക് മീശ വെക്കാനുണ്ട്. അപ്പോഴത്തെ ബ്ലാക്ക് അല്ലല്ലോ, വെള്ളയല്ലേ മീശ വയ്ക്കാൻ. ആ മിന്നുവക്കച്ചി വെള്ള എടുത്ത് തരുമോ? അപ്പോൾ ഗൈസ് ഇത് വെള്ള മിന്നുവക്കച്ചി എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വെള്ള മീശ ചെയ്തേ. അപ്പം ഞാൻ വെള്ള മീശ വയ്ക്കാൻ വേണ്ടി ഗൈസ് ഇത് വെള്ള ഇച്ചിരി എടുത്തിട്ട് നേരെ അപ്പോൾ ഗൈസ് ഇച്ചിരി വെള്ളം എടുത്തിട്ട് നീട്ടി കൊടുക്കുന്നുണ്ട്. ഞാനാക്കി നീട്ടി കൊടുത്തിട്ട് ഗൈസ് മീശ വയ്ക്കാൻ വേണ്ടി ഒന്ന് ഇച്ചിരി നീട്ടി കൊടുക്കുവാണ് കേട്ടോ ഗൈസ്. അപ്പം ഒന്ന് വെച്ച് കൊടുത്തു. 3 മീശയല്ലേ പൂച്ചയ്ക്ക്, അതാണ് ഗൈസ് 3 ഒരു സൈഡിൽ വെച്ച് കൊടുക്കാൻ വിചാരിച്ചു ഗൈസ്. അപ്പം മിയാമയൊക്കെ ഒറ്റ മീശ വെച്ചിട്ടുണ്ട് കേട്ടോ, 3 മീശ വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ പൂച്ചയുടെ ലുക്ക് വരാൻ വേണ്ടി 3 മീശ വെക്കുവാണ് ഗൈസ്. കണ്ടു ഗൈസ്. അപ്പോൾ ഞാനിത് ഒരു മീശയും കൂടെ വെച്ചു. അപ്പോൾ 2 മീശയായി കേട്ടോ. പിന്നെ ഇച്ചിരി നീളം കൂടിപ്പോയി ആ മീശയുടെ. അപ്പം അവിടെ തന്നെ കട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അത് കഴിഞ്ഞ് ഒന്നും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അത് സെയിം ആയിരുന്നു കേട്ടോ. ഇതിന് നീളം ഒന്നും കൂടിയില്ല അതിന് കേട്ടോ. അപ്പോൾ ഒരു സൈഡിലെ മീശ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ അടുത്ത സൈഡിലെ മീശ നമുക്ക് വെക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിത് മീശ വയ്ക്കാൻ വേണ്ടി അടുത്ത സൈഡിൽ ഇച്ചിരി വെള്ളം കൊടുത്തിട്ട് ഒന്നിങ്ങനെ നീട്ടി കൊടുക്കുവാണ് മീശയ്ക്ക് വേണ്ടി. അതിങ്ങനെ ഒന്ന് വെച്ച് ഗൈസ് രണ്ടാമത്തെ നമുക്ക് വെക്കാം. അപ്പോൾ ഗൈസ് അത് ഇടയ്ക്ക് മീശയ്ക്ക് ഈ സൈഡിലെ മീശയ്ക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി. ഞാൻ അതൊക്കെ ഒതുക്കിയൊക്കെ ഇങ്ങനെ വെച്ച് ഗൈസ്. അത് രണ്ടാമത്തെ ഞാൻ വെക്കാൻ പോവാണ് ഗൈസ്. രണ്ടാമത്തെ മീശ നല്ലപോലെ നീട്ടിയിട്ട് നേരെ വെച്ച് കൊടുക്കുവാണ് ഗൈസ്. അപ്പം ഇങ്ങനെ ഒരു അത്ര നീളം കാണല് ഇച്ചിരി നല്ല എല്ലാം ഒരേപോലെ വരണം. 3 മീശയും ഒരേ സൈസിൽ തന്നെ വേണം. രണ്ടാമത്തെ ഞാൻ വെച്ച് കൊടുത്തു. പിന്നെ നടുക്കും കൂടെ ഒന്ന് വെച്ചാൽ മൊത്തത്തിൽ സെറ്റായി ഗൈസ്. അപ്പം അവിടെ ഇച്ചിരി നീളം കൂടിപ്പോയായിരുന്നു. അപ്പം ഞാൻ ഇവിടെ കട്ട് ചെയ്യും ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ 3ാമത്തതും വെക്കുവാണ് ഗൈസ്. നടുക്കത്തെങ്ങോ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീശ ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. 2 സൈഡ് മീശ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളെ ബെല്ലയുടെ മുഖം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ബോഡി വെക്കാം ഗൈസ്. അപ്പോൾ അതിന് ഞാൻ കുറച്ചും കൂടെ ഓറഞ്ച് വേണമല്ലോ ബോഡി വെക്കാൻ. ബോഡി വെക്ക് വേണ്ടി ഞാൻ ഓറഞ്ച് എടുക്കുന്നുണ്ട് കുറച്ചും കൂടെ. അപ്പോൾ ഗൈസ് ഓറഞ്ച് പൊട്ടിച്ചിട്ട് ഞാൻ ഓറഞ്ച് എടുക്കുവാണ് കുറച്ചും കൂടെ ഗൈസ്. ഞാൻ കുറച്ച് എടുത്തു. പിന്നെ കുറഞ്ഞു പോയി സത്യം വന്നിട്ട് പിന്നെ ഞാൻ എടുത്തു ഗൈസ്. ഞാൻ കേട്ടോ. പിന്നെ ഇച്ചിരി ടഫാണ്. ഇതിൽ നിന്ന് ഇങ്ങനെ കവറല്ലേ, അപ്പം അതിൽ നിന്ന് എടുക്കാൻ ഇച്ചിരി ടഫാണ് കേട്ടോ. അതാണ് നമ്മൾ ലേറ്റായി പോയത് ഗൈസ്. അപ്പം ഞാനിത് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ബോഡി ഒന്ന് മൊത്തത്തിൽ കുരയ്ക്കുവാണ്. ബോഡിക്ക് വേണ്ടി എടുത്തത് കുരയ്ക്കുവാണ് കേട്ടോ. ബോഡിക്ക് നല്ലപോലെ ഗൈസ് ഞാൻ മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് ഒന്ന് നീട്ടിയിട്ട് നമുക്ക് വെച്ചത് ബോഡി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. അത് ഞാൻ എന്തോ ഒരു സംശയം തോന്നി, ഞാൻ കുറഞ്ഞു പോയോന്ന് തോന്നി. അപ്പം ഞാൻ ഇച്ചിരിയും കൂടെ എടുത്ത് ഗൈസ്. എന്നിട്ട് ഇച്ചിരിയും കൂടെ എടുത്ത് അപ്പോൾ ഗൈസ്
ഇത് ഞാൻ അവിടെ നിന്ന് പറ്റിപ്പോയാണ് കേട്ടോ. അതൊന്ന് ശരിയാക്കിയിട്ട് ഇത് നേരെ ബോഡി വെക്കുവാണ്. ബോഡി വെക്കാൻ വേണ്ടി ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ആക്കി കൊടുത്തു. നല്ലപോലെ ഇത് ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ ബോഡിയും വെച്ച് ഗൈസ് ഇത് ബോഡിയും കാലും വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ അത് കഴിഞ്ഞ് കൈ നമുക്ക് വെക്കണ്ടേ. കൈ വെക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൊടുത്തില്ലേ കൈയും വെച്ച് ഗൈസ് വാലും കൊടുത്തു കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഗൈസ് നമുക്ക് കൈയും കൂടെ കൊടുത്താൽ മതി. അപ്പം ഇനിമേ കൈ കൊടുക്കുവാണ് ഗൈസ്. അപ്പം ഒരു കൈ ഞാൻ ഇത് കൊടുത്തു ഗൈസ്. രണ്ടാമത്തെ കൈ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഗൈസ് രണ്ടാമത്തെ കൈ കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചോറും ചേർത്തു. എന്നിട്ട് നല്ലപോലെ ഉരുട്ടിയില്ല നീട്ടിയിട്ട് ഗൈസ് അപ്പുറത്തെ കൈ വെച്ചു. അപ്പം കാലയിൽ കൈ ഒട്ടി. പിന്നെ അത് പറിക്കാൻ പോയാൽ കാലൊന്നുകൂടെ വെക്കേണ്ടി വരും. അപ്പോൾ അവിടെ തന്നെ ഇരിക്കത്തന്നെ മനസ്സിൽ. അപ്പോൾ ഗൈസ് എൻ്റെ ക്യാറ്റ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇത് ക്യാറ്റാണോ ഭൂതമാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഗൈസ്. അപ്പം ഇതെന്ത് സാധനമാ, നിങ്ങൾക്ക് എൻ്റെ പേരറിയാവോ ഗൈസ്? അപ്പം എനിക്കിത് കണ്ടിട്ട് ക്യാറ്റായി തോന്നുന്നില്ല ഗൈസ്. അപ്പം അത് മിയാമ, ഇത് ബെല്ല. അപ്പോൾ ഗൈസ് പണി പാളിപ്പോണാണ്. എൻ്റെ പൂച്ചയുടെ ലുക്ക് കിട്ടാൻ വേണ്ടിയുള്ള 3 മീശ വെച്ചാണോ ഏറ്റവും പന്നിയായത് എനിക്കാണ് തോന്നുന്നത്. അതാണോ എനിക്ക് ഏറ്റവും ഭംഗിയായിരുന്നു. അപ്പം ഗൈസ് ഇത് മിന്നുവെക്കൊച്ചി ഒരു ക്യാറ്റിനെ ഉണ്ടാക്കിയാണ്. അത് കറക്റ്റ് ക്യാറ്റായിരുന്നു കേട്ടോ ഗൈസ്. നല്ല ക്യൂട്ടാൻ്റെ ക്യാറ്റായിരുന്നു. ക്യൂട്ട് ക്യാറ്റായിരുന്നു ഗൈസ്. കണ്ടോ? അപ്പം ഈ മിയാമയില്ലേ, മിയാമയായിപ്പോയില്ല, ഡോഗായിപ്പോയി ഗൈസ്. എന്ത് കഷ്ടമാണ്. പക്ഷെ എന്നെ കണ്ടിട്ട് ഭൂതമായിരുന്നു തോന്നുന്നത് ഗൈസ്. ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത് എൻ്റെ ഭൂതമല്ല ഗൈസ്, മൂങ്ങയാണ് മൂങ്ങ. അപ്പം ഒന്ന് ശരിക്കും ക്യാറ്റായി, ഒന്ന് ഡോഗായി, ഒന്ന് മൂങ്ങയായി. എന്ത് കഷ്ടമാണോ ഗൈസ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താ മിസ്റ്റേക്ക് വന്നതിന്. ചെവി ഞാൻ വെക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പം അതിന് വേണ്ടി ഞാൻ ചെവി വെക്കുവാണ് ഗൈസ്. പിന്നെ ഞാനൊന്ന് കുറച്ച് ഒതുക്കി കേട്ടോ, ആ വണ്ണമൊക്കെ ഒന്ന് ഒതുക്കി. പിന്നെ കാലൊക്കെ കുഞ്ഞിതാക്കിയപ്പോഴേക്കും പിന്നെ ഒരു ക്യാറ്റിൻ്റെ ലുക്കൊക്കെ വന്നു. പിന്നെ 3 മീശയാണ് കേട്ടോ എൻ്റെ ലുക്ക് കളഞ്ഞത്. അതുകൊണ്ട് ആ 3 മീശ ഞാൻ എടുത്തങ്ങ് കളഞ്ഞു. ഒറ്റ മീശയായിട്ട് വെച്ചേ. അത് രണ്ട് സൈഡിലും ചെവി വെച്ച് കൊടുത്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇത് ചെവിയും വെച്ച് കൊടുത്തപ്പോഴേക്ക് ഇപ്പം ഏകദേശം ഒരു ക്യാറ്റിൻ്റെ ലുക്ക് ഉണ്ടല്ലേ ഗായ്സ്. എന്നാലും മൂങ്ങ തന്നെയാണ്. അപ്പോൾ ഗായ്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതുപോലെയുള്ള വീഡിയോസും ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഗായ്സ് ബൈ, വീണ്ടും കാണാം.